നമസ്കാരം. നാട്ടുകാരുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ സർക്കാരിന് പണമില്ലാത്തത്. സ്വന്തം കാര്യത്തിലും സ്വന്തം ഷോ കാണിക്കുന്നതിനും പണം അവർക്ക് തടസ്സമല്ല. ട്രിവാൻഡ്രം സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. സർക്കാരിന്റെ ഷോയുടെ കാര്യം രണ്ടാമത് വരാം. അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു വിഷയം, MSc അഖിതയ്ക്ക് അല്പം ആശ്വാസകരമായ ഒരു വാർത്ത വരുന്നുണ്ട്. കോടതിയുടെ ഇടക്കാല ഉത്തരവിനനുസരിച്ച് ഏകദേശം 1227 കോടി രൂപ, 1227.62 കോടി രൂപ അതിന്റെ ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവെക്കാൻ MSc തീരുമാനിച്ചതായി അറിയുന്നു. അതിലൂടെ കപ്പലിനെ മോചിപ്പിക്കുകയാണ് ലക്ഷ്യം. സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഷോ കാണിക്കുന്ന സർക്കാർ ഇത്തരം കാര്യങ്ങളിലൊന്നും അവരുടെ ഷോ കാണിക്കാറില്ല. അതുകൊണ്ട് MSc തന്നെ മുൻകൈയെടുത്ത് വിഷയത്തിൽ താൽക്കാലികമായ ഒരു പരിഹാരം കാണാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവരുടെ ലീഗൽ വിഭാഗത്തിൽ നിന്ന് കിട്ടിയ വിവരം എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഗിവൺ ആസ് എ സെക്യൂരിറ്റി ബൈ വേ ഓഫ് ബാങ്ക് ഗ്യാരണ്ടി. സർക്കാർ ആവശ്യപ്പെട്ടത് 9,531 കോടി രൂപയാണ്. കോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം അത് 1227.62 കോടിയായിട്ട് കുറച്ചു. ചോദിച്ചതിന്റെ ഏകദേശം 12.88%. ആ തുക എങ്ങനെ കൊടുക്കാമെന്ന് MSc ഇങ്ങനെയാണ് വ്യക്തമാക്കുന്നത്. ഇറ്റ് ഈസ് ഗിവൺ ആസ് എ സെക്യൂരിറ്റി ബൈ വേ ഓഫ് ബാങ്ക് ഗ്യാരണ്ടി. ബാങ്ക് ഗ്യാരണ്ടി ആയിട്ടാണ് അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. This is without admission of any liability. ഈ 1200 ഇത് ഒരു ലയബിലിറ്റി ആയിട്ട് കണ്ടുകൊണ്ടല്ല, this is without admission of any liability and after reserving all our rights and remedies. ഈ വിഷയത്തിൽ അവർക്കുള്ള എല്ലാ അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ട്, MScക്കുള്ള എല്ലാ അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ടാണ് ഈ ബാങ്ക് ഗ്യാരണ്ടി അവർ കൊടുക്കുന്നത്. The case will continue and the vessel will be released from arrest. കേസ് എന്തായാലും മുന്നോട്ട് പോകും. ഇതൊരു ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കുന്നു. അവരൊന്നും കൊടുക്കേണ്ട, ഒരു പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. കേരളത്തിന് ഈ കേസ് നടത്താൻ തന്നെ അവകാശമില്ല. കാരണം ഇത് കേരളത്തിന്റെ അധികാര പരിധിയായ 12 നോട്ടിക്കൽ മൈലിന് പുറത്താണ് ഈ സംഭവം നടന്നത് എന്നൊക്കെയുള്ള വാദങ്ങൾ ഇനി തുടരും. കപ്പൽ റിലീസ് ചെയ്യാൻ വേണ്ടി അവരൊരു കോംപ്രമൈസ് എന്നുള്ള നിലയ്ക്ക് ഈ കോടതി ആവശ്യപ്പെട്ട, കാരണം കോടതിയുടെ നീതിന്യായ വ്യവസ്ഥ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഒരു കേസ് പോലും നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളത് ഒരു ബാലപാഠമാണ്. അതിന്റെ വരായികകളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് വരിക. അതുകൊണ്ട് കേസ് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ തുക ബാങ്ക് ഗ്യാരണ്ടിയായി കെട്ടിവെച്ചുകൊണ്ട് കപ്പലിനെ റിലീസ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനത്തിന് MSc തീരുമാനമെടുത്തതായിട്ടാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇനി സർക്കാരിന്റെ ധാരാളിത്തം. മുംബൈയിൽ നടന്ന ഏകദേശം 12 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപത്തിന് മറൈൻ മേഖല മാത്രമാണ്, മറൈൻ മേഖലയിലുള്ള നിക്ഷേപങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട യോഗം, പ്രധാനമന്ത്രി പങ്കെടുത്ത യോഗമെന്ന് വിചാരിക്കണം. അതിൽ പങ്കെടുക്കാൻ കേരളത്തിലെ ഉദ്യോഗസ്ഥർക്ക് പണമില്ല എന്ന് തന്നെയാണ് തന്നത്. വണ്ടിക്കാശിന് പണമില്ല എന്ന് എഴുതി തന്നവർ ഇപ്പോൾ ഈച്ച് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ അവാർഡ് സ്വീകരിക്കാൻ വേണ്ടി 3-4 ഉദ്യോഗസ്ഥരും രാസാവും ഒക്കെ പോയിട്ടുണ്ട്. എന്താണ് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്? അതിന് ഒരു കഥയുണ്ട്, പഴയ ഒരു കഥ. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ പവർ കട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ മണിക്കൂറുകൾ, 6 മണിക്കൂർ, 8 മണി, തമിഴ്നാട്ടിലൊക്കെ 8 മണിക്കൂർ പവർ കട്ട്, കർണാടകയിൽ പവർ കട്ട്, എല്ലായിടത്തും പവർ കട്ടുള്ളപ്പോൾ കേരളത്തിൽ പവർ കട്ടില്ല എന്ന് പറഞ്ഞ് വലിയ പരസ്യം വരെ ചെയ്യാറുണ്ട് സർക്കാർ. ഇപ്പോഴും പറയുന്നുണ്ട് എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ പവർ കട്ടില്ല. സത്യം എന്താണ്? തമിഴ്നാട്ടിലെ വ്യവസായങ്ങളുടെ എണ്ണം കാരണം അവർക്ക് വ്യവസായങ്ങൾക്ക് കൊടുക്കാൻ തികയാതെ വന്നിട്ടാണ് അവർ പവർ കട്ട് ഏർപ്പെടുത്തുന്നത്. കർണാടകയും അത് തന്നെയാണ്, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങൾ അങ്ങനെയാണ്. അവരുടെ വ്യവസായങ്ങളുടെ എണ്ണം കൂടിയിട്ട് പകല് മുഴുവൻ അവർക്ക് വൈദ്യുതി കൊടുക്കേണ്ടി വരുന്നത് കാരണം സാധാരണ കൺസ്യൂമേഴ്സിന് പവർ കട്ട് ഏർപ്പെടുത്തും. അപ്പൊ നമുക്കിവിടെ കമ്പനികളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഉള്ള വൈദ്യുതി, ഇടുക്കിയിൽ നിന്ന് വരുന്ന വൈദ്യുതിയൊക്കെ കൂടെ നാട്ടുകാർക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് പവർ കട്ടിന്റെ ആവശ്യമില്ല. അതുപോലെയാണ് ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇവിടെ ഒരു ബിസിനസ്സും ഇല്ല, കമ്പനിയും ഇല്ല. അങ്ങനെ ഇല്ലാത്തടത്ത് ഒരു തർക്കവുമില്ല. എല്ലാവർക്കും വരുന്നവർക്കെല്ലാം
വളരെ വെൽക്കം. പക്ഷെ ആരെങ്കിലും വന്നിട്ട് വേണ്ടേ ഇവിടെ? അപ്പോൾ കുറെ നിയമങ്ങളിൽ കുറെ മാറ്റങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് കേരളത്തിന്റെ അവസ്ഥ. അതറിയണമെങ്കിൽ ഞാൻ ലിസ്റ്റ് കാണിക്കാം, സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ്, തമിഴ്നാടിന്റെ മാത്രം കാണിക്കാം, വായിച്ച് മനസ്സിലായിക്കോളൂ. വൻകിട കമ്പനികൾ, ഫോറിൻ കമ്പനികൾ എത്രയാണ് തമിഴ്നാട്ടിലും കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വരുന്നത്. ഇവിടുത്തെ ഈ ഈച്ച് ഓഫ് ഡൂയിങ് ബിസിനസ് അറിയണമെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഒരു കയറ്റുമതിക്കാരന്റെ വേദന എന്താണെന്ന് കൂടി അറിയുമ്പോഴാണ് ഈ തട്ടിപ്പ് കുറച്ചുകൂടി വ്യക്തമാകുന്നത്. നമ്മുടെ ഇവിടുന്ന് തലസ്ഥാനത്ത് നിന്ന് കണ്ടെയ്നർ നവശേവ വഴി മുംബൈ വഴി റൊമേനിയയിൽ എത്തിച്ച ഒരു കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് ആ കണ്ടെയ്നർ ഇവിടെ എത്തിയപ്പോൾ രണ്ടാമത്തെ കണ്ടെയ്നറിന്റെ ഓർഡർ കിട്ടുമെന്നുള്ളതായി. നെക്സ്റ്റ് LC, letter of credit, next LC from Romania will be issued by 25th of this month. ഈ മാസം 25-ന് രണ്ടാമത്തെ കണ്ടെയ്നറിന്റെ ഓർഡർ കിട്ടാൻ സാധ്യതയുണ്ട്. ബിഫോർ 15th December we can dispatch the load. ഡിസംബർ 15-ന് മുമ്പ് രണ്ടാമത്തെ ലോഡ് അയക്കാൻ പറ്റും. ബട്ട് കൺസേൺഡ് അബൌട്ട് PON, അദ്ദേഹത്തിന്റെ ചിന്ത, ആകുലത, ഈസ് ഓഫ് ഡൂയിങ് അദ്ദേഹത്തിന്റെ എന്താണെന്ന് അറിയാമോ? ഏത് പോർട്ടിൽ നിന്ന് കയറ്റാൻ പറ്റുമെന്നുള്ളതാണ്. POL എന്ന് പറഞ്ഞാൽ പോർട്ട് ഓഫ് ലോഡിംഗ്. ബട്ട് കൺസേൺ അബൌട്ട് പോർട്ട് ഓഫ് ലോഡിംഗ്. ഇഫ് ഇറ്റ്സ് അഗെയിൻ നവശേവ, ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് അൺലോഡിംഗ് വിൽ ഡാമേജ് ദി ബോക്സസ് ലിറ്റിൽ ബിറ്റ്. എഗെയിൻ മുംബൈ വഴി തന്നെ അയക്കേണ്ടി വരികയാണെങ്കിൽ ഈ ട്രാൻസ്പോർട്ടേഷന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ കാർട്ടൺസ്, ബോക്സസ് എല്ലാം കേടാവുന്നു. അപ്പൊ ആദ്യത്തെ കണ്ടെയ്നർ എത്തിയപ്പോൾ അവരുടെ പരാതി അതായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത്, പ്ലീസ് ഷെയർ ഇഫ് യു ഗെറ്റ് എനി ന്യൂസ് റിഗാർഡിംഗ് ദ ഗേറ്റ് ഓപ്പണിംഗ് ഓഫ് TRV. ഇവിടുത്തെ വാതിൽ തുറക്കുന്ന എന്തെങ്കിലും വാർത്ത അറിയുകയാണെങ്കിൽ ഒന്ന് അറിയിക്കണം. ജസ്റ്റ് മേക്ക് മൈ മൈൻഡ് റിലാക്സ്ഡ്. ഒരല്പം ആശ്വാസം, ഇവിടുത്തെ ഗേറ്റ് തുറക്കുന്നുണ്ടെങ്കിൽ ഒരല്പം ആശ്വാസം കിട്ടും എന്നുള്ളത് ഒരു ഇമോജി സഹിതമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ആ ഇമോജിയിൽ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ വികാരമുണ്ട്. വാസ്തവത്തിൽ ഈസ് ഓഫ് ഡൂയിങ്ങിൽ വല്ല സ്ഥാനവും നേടണമെങ്കിൽ നിങ്ങൾ ഇത്തരം വ്യവസായികളുടെ അവർക്കൊരു ഈസ് ഓഫ് ഡൂയിങ് കൊടുക്കണം. അവർക്കൊരു സുഗമമായ ഒരു പ്രവർത്തനത്തിനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. ഇതൊന്നും ചെയ്യാതെ ഇത് മുഴുവൻ തമസ്കരിച്ച് ഗേറ്റും പൂട്ടി വെച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ അധികം നൽകി ഇവിടെ നിന്നുള്ള 1-2 കണ്ടെയ്നർ മുംബൈ വഴിയൊക്കെ കയറ്റി വിടുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഞെളിഞ്ഞു നിന്ന് ഈ ഫോട്ടോ എടുത്ത് ഈച്ച് ഓഫ് ഡൂയിങ് എന്നൊക്കെ പറയാൻ തോന്നുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഈ സാധാരണ ജനങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഈ മനുഷ്യൻ ഒരു 5-6 പേർക്കെങ്കിലും ജോലി കൊടുക്കുന്നു, കയറ്റുമതിയിലൂടെ ഫോറിൻ എക്സ്ചേഞ്ച് രാജ്യത്തിന് നേടിത്തരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണീരാണ് ഈ വരികളിൽ നമ്മൾ വായിച്ചത്. നെളിഞ്ഞു നിന്ന് ഇവിടെ ഈച്ച് ഓഫ് ഡൂയിങ്ങിന്റെ ഫോട്ടോ എടുത്ത് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. വളരെ വേഗതയിൽ രണ്ടാം ഘട്ടം അല്ലെങ്കിൽ അവസാന ഘട്ടം എന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. കാരണം അവസാന ഘട്ടം നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അദാനിയുടെ 2, 3, 4 അവർ ഒരുമിച്ച് ചെയ്യുന്നു. നമ്മുടെ ഘട്ടങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇന്നലെ കണ്ടല്ലോ 4 കാലുള്ള എന്നൊക്കെ നമ്മൾ പറഞ്ഞതിന് ഒരു പ്രൊഫഷണൽ ജോസഫ് MA, ഈ രംഗത്തെ പ്രൊഫഷണൽ ആണെന്ന് തോന്നുന്നു. അതിന്റെ പേര് ജാക്കബ് ബാർജ് എന്നാണ്. ഈ 4 തൂണുകളിൽ കടലിന്റെ അടിത്തട്ടിൽ താങ്ങി നിർത്തി ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ പേര് ജാക്കബ് ബാർജാണ്. ഇത്തരത്തിലുള്ള വിവരങ്ങൾ സെയിലിംഗ് കമന്ററി അറിയിക്കണം. കാരണം നമ്മളൊക്കെ തുടക്കക്കാരാണ് ഈ മേഖലയിൽ. അപ്പോൾ ആ ബാർജ് ഇന്നലെ നമ്മൾ കണ്ടല്ലോ, റോഡിലിരുന്നു. ഇന്നത്തെ കടലിലെത്തി അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെറ്റ് ചെയ്യുന്നത് എവിടെയാണ്? 800 മീറ്ററിന്റെ ഇങ്ങേ അറ്റത്ത് തുടർ പൈലിംഗ് നടത്തേണ്ട ഭാഗത്ത് ഈ ജാക്കബ് ബാർജ് സെറ്റ് ചെയ്യുകയാണ്. മറുവശത്ത് ഇത് കണക്ട് ചെയ്യുന്ന റോഡെന്നാണോ പറയുക? അതിന്റെ യഥാർത്ഥ പേരൊന്ന് പറയുക. റോഡെന്ന് പറയാൻ പറ്റില്ലല്ലോ, കടലിൽ പണിയുന്നതാണ്. എന്നാൽ ബ്രേക്ക് വാട്ടറും അല്ല. ഈ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അപ്രോച്ച് റോഡെന്നോ മറ്റോ പറയാം. ഈ ബ്രേക്ക് വാട്ടർ കണക്ട് ചെയ്യുന്നതിന് ഈ ഭാഗത്തു നിന്നുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടിയുണ്ട്. അല്ലെങ്കിൽ ഇതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന. ഇത് ആദ്യഘട്ടത്തിലും ഇങ്ങനെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ ഇന്നിപ്പോ വാർഫായി മാറിക്കഴിഞ്ഞു. അപ്പൊ അത് രണ്ടിന്റെയും ഏറ്റവും ഒടുവിലുള്ള ചിത്രം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന തരത്തിൽ വളരെ വേഗതയിൽ പൈലിങ്ങിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കും എന്നുള്ളതിന്റെ സൂചനയാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഈ ചിത്രങ്ങൾ.